ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഐ+ന്റെ ഏറ്റവും പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റീസെൻ്റ് ആയിട്ട് വന്നിട്ടുള്ള PSC നോട്ടിഫിക്കേഷൻസിലൊന്നാണ് HST ബോട്ടണി നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. കഴിഞ്ഞ എക്സാം ഏറ്റവും നല്ല രീതിയിൽ എഴുതാൻ കഴിയാത്ത ഒരുപാട് പേരുണ്ടായിരിക്കാം. അതേപോലെ തന്നെ സെറ്റിൻ്റെയോ BEdൻ്റെയോ ഒക്കെ റിസൾട്ട് വരാതിരുന്നത് കൊണ്ടും എക്സാം എഴുതാൻ പറ്റാതെ പോയ ഒരുപാട് പേര് നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത് HST ബോട്ടണി നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. എക്സാം ടൈം കഴിഞ്ഞ എക്സാമിനുള്ള പോലെ തന്നെ ഒരുപാടൊന്നും ഉണ്ടായിരിക്കില്ല. വളരെ കുറച്ച് ടൈം മാത്രമേ എക്സാമിലേക്ക് നമുക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഡേറ്റ് വരട്ടെ, അല്ലെങ്കിൽ പിന്നീട് പഠിച്ചു തുടങ്ങാം, ഒരു എക്സ്ക്യൂസും ഇല്ലാതെ നമ്മുടെ പഠനം നമുക്ക് ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ എത്തിയിരിക്കുന്നത് കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ്. നമ്മുടെ HST ബോട്ടണിയുടെ കഴിഞ്ഞ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. അപ്പോൾ കുറച്ചൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കാം, നിങ്ങൾ കണ്ട ക്വസ്റ്റ്യൻസ് ആയിരിക്കാം. എങ്ങനെയായിക്കോട്ടെ, നമുക്ക് ഫ്രഷ് ആയിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ്റെ മോഡൽ എങ്ങനെയാണ്, ഏതൊക്കെ ഭാഗത്തു നിന്നാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ ഭാഗത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ക്ലാസ് നിങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ജിംനോസ്പേം എന്ന് പറയുന്ന ഭാഗത്തു നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. In pinus, male and female corn occurs on different plants, same branch of a plant, different branches of the same plant, none of the above. പൈനസ് നമുക്കറിയാം, ജിംനോസ്പേം പഠിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ പഠിച്ചു വരുന്നൊരു പ്ലാന്റാണ് പൈനസ് എന്ന് പറയുന്നത്. അതിൻ്റെ ബേസിക് ക്യാരക്ടേഴ്സൊക്കെ നമ്മൾ ചെറിയ ക്ലാസ് മുതലേ പഠിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പൈനസിൻ്റെ മെയിലും ഫീമെയിൽ കോണും കാണുന്നത് ഏത് ഭാഗത്തായിട്ടാണ്, അല്ലെങ്കിൽ ഏത് കണ്ടീഷൻസിലായിട്ടാണ് കാണുന്നതെന്നാണ് ചോദിക്കുന്നത്. ഒന്നുകിൽ അത് ഡിഫറെൻറ്റ് പ്ലാന്റിലായിരിക്കാം, അല്ലേ, ഒരു മെയിൽ പ്ലാന്റ് ആയിരിക്കാം, ഒരു ഫീമെയിൽ പ്ലാന്റ് ഉണ്ടായിരിക്കാം. അതുമല്ല എങ്കിൽ ഒരു പ്ലാന്റിൻ്റെ തന്നെ സെയിം ബ്രാഞ്ചിലായിരിക്കാം. അതുമല്ലെങ്കിൽ സെയിം പ്ലാന്റിൻ്റെ ഡിഫറെൻറ്റ് ബ്രാഞ്ചസിലായിരിക്കാം. അതല്ലെങ്കിൽ തന്നിരിക്കുന്ന ഓപ്ഷൻസിലൊന്നും കറക്റ്റ് അല്ല. ഇതാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മുടെ ആൻസർ ഏതായിരിക്കാം? വളരെ സിമ്പിളാണ്, ബേസിക്കാണ്. നമുക്ക് എന്താ പറയുക, ഒരു കൺഫ്യൂഷനും ഇല്ലാതെ ഒരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയൊരു ക്വസ്റ്റ്യൻ കൂടിയാണ്, അല്ലേ? ആൻസർ നിങ്ങൾ കിട്ടിയിട്ടുണ്ടായിരിക്കാം. അറിയാവുന്നവർ ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക, അല്ലാത്തവർ നോക്കാം കേട്ടോ. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ഡിഫറെൻറ്റ് ബ്രാഞ്ചസ് ഓഫ് ദി സെയിം പ്ലാന്റിൻ്റെ തന്നെ ഡിഫറെൻറ്റ് ബ്രാഞ്ചസിലായിട്ടാണ് മെയിൽ ആൻഡ് ഫീമെയിൽ കോൺസ് കാണുന്നത്. ഇപ്പോൾ MSc കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ BEd ഒക്കെ കഴിഞ്ഞിട്ട് ഒരുപാട് ഗ്യാപ്പ് വന്നവരുണ്ടാവും നിങ്ങളുടെ കൂട്ടത്തിൽ. അതായത് സബ്ജക്റ്റ് പയ്യെ മറന്നു പോയി തുടങ്ങിയിട്ടുള്ള കുറച്ച് പേരുണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുന്ന ഒരു കാര്യം, നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ +1 +2 ബയോളജി ടെക്സ്റ്റ് ബുക്ക് എടുക്കാം. അതിൽ ബോട്ടണി പോർഷൻസ് പയ്യെ വായിച്ചു തുടങ്ങാം. നമ്മുടെ സിലബസിനെ ബേസ് ചെയ്തിട്ടുള്ള ടോപ്പിക്സ് അല്ലെങ്കിൽ ചാപ്റ്റേഴ്സ് ഒക്കെ അതിൽ കാണാൻ സാധിക്കും. അതായത് പ്ലാന്റ് കിങ്ഡം എന്ന് പറയുന്ന ഭാഗത്ത് നമ്മുടെ ആൽഗെ, അതേപോലെ ബ്രയോ, ജിംനോ, ടെറിഡോഫൈറ്റ്, ആൻജിയോസ്പേംസ്, ഇങ്ങനെയുള്ള ഗ്രൂപ്പ്സിൻ്റെ ക്യാരക്ടേഴ്സും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്കവിടെ കാണാം. അപ്പോൾ നിങ്ങളത് ആദ്യം വായിക്കാം. അത് വായിച്ച് ഏറ്റവും ബേസിക്കായുള്ള ഡീറ്റെയിൽസ് മനസ്സിലാക്കാം. ഏറ്റവും ബേസിക്കാണത്, പക്ഷെ ഒരുപാട് ഗ്യാപ്പ് വന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. സോ അതൊന്ന് ജസ്റ്റ് ഒന്ന് വായിക്കാം കേട്ടോ. അപ്പോൾ പൈനസിൻ്റെ മെയിൽ ആൻഡ് ഫീമെയിൽ കോൺ കാണുന്നത് എവിടെയായിട്ടാണ്? സെയിം പ്ലാന്റിൻ്റെ ഡിഫറെൻറ്റ് ബ്രാഞ്ചസിലായിട്ടായിരിക്കും അത് കാണുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the pollination in cycas is carried out by the agency of wind, water, insect, birds. ഇതും നമ്മൾ പഠിക്കുന്ന കാര്യമാണ്, അല്ലേ? ജിംനോസ്പേമിനെ കുറിച്ച് പഠിക്കുമ്പോൾ പൈനസും സൈക്കസും നമ്മൾ ഏറ്റവും ബേസിക്കായിട്ട് പഠിക്കുന്ന കാര്യമാണ്. അപ്പം അതിൽ സൈക്കസിൽ അതിൻ്റെ പോളിനേറ്റിംഗ് ഏജൻറ്റ് എന്ന് പറയുന്നത് വാട്ടർ ആണോ, വിൻഡ് ആണോ, ഇൻസെക്ട്സ് ആണോ, ബേർഡ്സ് ആണോ എന്നാണ് ചോദിക്കുന്നത്. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. വിൻഡ് ആണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ സൈക്കസിൻ്റെ പോളിനേറ്റിംഗ് ഏജൻറ്റ് എന്ന് പറയുന്നത്. ചിലരൊക്കെ കുറച്ച് വ്യത്യാസമൊക്കെ വരാം, പക്ഷെ നമുക്ക് കോമൺ ആയിട്ട് പഠിക്കാനുള്ളവരിൽ വിൻഡാണ് മെയിനായിട്ടും പോളിനേറ്റിംഗ് ഏജൻ്റ് ആയിട്ട് കാണുന്നത്. ഇൻസെക്റ്റ് വരാൻ അത്രയും ചാൻസ് ഇല്ല എന്ന് നമുക്കറിയാം. കാരണം ഇവർക്ക് ഫ്ലവേഴ്സ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇൻസെക്റ്റ് അതിനെ കാര്യമായിട്ട് ഇതിനെ അട്രാക്റ്റ് ചെയ്യില്ല, അല്ലേ? പിന്നെ എന്തായാലും വാട്ടറിലല്ല ഇവർ ജീവിക്കുന്നത്, മീൻസ് കംപ്ലീറ്റ് ആയിട്ടൊരു വാട്ടർ കണ്ടീഷനല്ല ജീവിക്കുന്നത്. അതുകൊണ്ട് വാട്ടറും ആവില്ല. അപ്പോൾ എങ്ങനെയെങ്കിലും കൺഫ്യൂഷൻ വരുവാണെങ്കിൽ നമുക്ക് ഇതേപോലെ ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്ത് ആൻസറിലേക്ക് എത്തിച്ചേരാനായിട്ടും സാധിക്കും. Then next question, the causative organism of red rust of tea is Paccinia,
സെഫലൂറസ്, സർഗാസം, യൂലോട്രിക്സ്. ഏതായിരിക്കാം? റെഡ് റസ്റ്റ് ഓഫ് ടീ, ടീയുടെ റെഡ് റസ്റ്റ് എന്ന് പറയുന്ന ഡിസീസ് കോസ് ചെയ്യുന്ന ഓർഗാനിസം ഏതാണെന്നാണ് ചോദിക്കുന്നത്. നമ്മുടെ സിലബസിൽ നമുക്ക് കുറച്ച് ഡിസീസ് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഡിസീസ് വളരെ സിമ്പിളായിട്ട് നമുക്ക് ആ ഒരു മൊഡ്യൂൾ യൂണിറ്റ് പഠിച്ചെടുക്കാൻ പറ്റും. കാരണം ഏതാണ് ഡിസീസിന് ഏതാ, അതിൻ്റെ കോസ്റ്റീവ് ഓർഗാനിസംസ് എന്തായാലും പഠിച്ചിരിക്കാം. മിക്കവാറും ചോദിക്കുന്നത് അങ്ങനെ ഒരു കോസ്റ്റീവ് ഓർഗാനിസത്തെ കുറിച്ചാണ്. വളരെ റെയറായിട്ട് മാത്രമേ ഇതുവരെ അതിൻ്റെ സിംറ്റംസ് ഒക്കെ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ ആദ്യം പഠിച്ചു തീർക്കേണ്ട ഭാഗം എന്ന് പറയുന്നത് ഈ ഡിസീസും അതിൻ്റെ കോസ്റ്റീവ് ഓർഗാനിസം ആണ്. അപ്പോൾ തന്നിരിക്കുന്നതിൽ റെഡ് റസ്റ്റ് ഓഫ് ടീ കോസ് ചെയ്യുന്ന ഓർഗാനിസം എന്ന് പറയുന്നത് സെഫലൂറസ് എന്ന് പറയുന്ന ഓർഗാനിസം ആണ് കോസ് ചെയ്യുന്നത്. ഓക്കെ, കോസ്റ്റീവ് ഓർഗാനിസം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ പക്സീനിയെ കോസ് ചെയ്യുന്ന ഡിസീസൊക്കെ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അതൊക്കെ നമുക്ക് നമ്മുടെ ക്ലാസ്സുകളിൽ പയ്യെ പഠിച്ചു തുടങ്ങാം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇൻ പാഡി ഫീൽഡ് ദ ഫെർട്ടിലിറ്റി ക്യാൻ ബി ഇംപ്രൂവ്ഡ് ബൈ ദ അഡീഷൻ ഓഫ് ലൈം, സോഡിയം ക്ലോറൈഡ്, എസോള, റൈസോബിയം. പാഡി ഫീൽഡ്സിൽ, അതായത് നമ്മുടെ നെൽപ്പാടങ്ങളിലെല്ലാം ഫെർട്ടിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് എന്താണ് എന്നാണ് ചോദിക്കുന്നത്. ഇതും നമുക്കറിയാവുന്ന കാര്യമാണ് അല്ലേ, എല്ലാം നമ്മൾ പഠിച്ചതാണ്. നമ്മൾ പയ്യെ മറന്നു തുടങ്ങിയത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ നമുക്കിതൊന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റാതെ വരുന്നത് അല്ലേ. അപ്പോൾ പാഡി ഫീൽഡ്സിൽ ഫെർട്ടിലിറ്റി കൂട്ടാൻ വേണ്ടി നമ്മൾ പലതും ആഡ് ചെയ്യാറുണ്ട്. പക്ഷെ നമുക്കിവിടെ ഏറ്റവും കൂടുതൽ അക്യുറേറ്റ് ആയിട്ട് വരുന്ന ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. എസോളയാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, എസോള എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മൾ പോകുന്ന വഴിയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, എസോള വിൽപ്പനയ്ക്ക് എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും അല്ലേ. ടെറിഡോഫൈറ്റ് ആണ്. ഇതിൻ്റെ കൂടെ ജീവിക്കുന്ന ഒരു ഓർഗാനിസം ഉണ്ട്, ഒരു സിംബയോട്ടിക് അസോസിയേഷൻ നടന്ന ഓർഗാനിസം അല്ലേ. അത് നൈട്രജൻ ഫിക്സേഷനുള്ള കപ്പാസിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ മണ്ണിൻ്റെ ഫെർട്ടിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് ഇവർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ പാഡി ഫീൽഡിൽ ഫെർട്ടിലിറ്റി കൂട്ടാൻ വേണ്ടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്ന ഒന്നാണ് എസോള എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ റിസർവ് ഫുഡ് ഓഫ് ഫംഗൈ ഈസ്, ഫംഗസിൽ കാണുന്ന റിസർവ് ഫുഡ് മെറ്റീരിയൽ. ഇതും ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് എഴുതാൻ കഴിയുന്ന ആൻസർ ആണ് അല്ലേ. സ്റ്റാർച്ച്, ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ദെൻ ഗ്ലൈക്കോജൻ. ഏതായിരിക്കും ആൻസർ എന്ന് പറഞ്ഞാൽ ഫ്രക്ടോസ് ആണ് കേട്ടോ. അത് ഗ്ലൈക്കോജൻ ആണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഫംഗസുകളിൽ റിസർവ് ഫുഡ് മെറ്റീരിയൽ ആയിട്ടുള്ളത് എന്തായിരുന്നു? ഗ്ലൈക്കോജൻ ആണ്. നെക്സ്റ്റ്, ഫ്രൂട്ട് റോട്ട് ഓഫ് cardamom is caused by Phytophthora palmivora, Xanthomona species, Paccinia graminis, Coledotrichum falciatum. ഇതിലേതാണ് കാർഡമത്തിൽ ഫ്രൂട്ട് റോട്ട് കാരണമായിട്ട് മാറുന്നതെന്നാണ് ചോദിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ പ്ലാന്റ് പാത്തോളജിയുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് കുറച്ച് ഡിസീസും അതിൻ്റെ കോസ്റ്റീവ് ഓർഗാനിസം ഒക്കെ പഠിക്കാനുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പം ഇതിൽ കാർഡമത്തിൻ്റെ ഫ്രൂട്ട് റോട്ടിന് കോസ് ചെയ്യുന്ന ഓർഗാനിസം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, ഫൈറ്റോഫ്തോറ പാൽമിവോറ എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഏകദേശം ആ ഒരു ഭാഗത്ത് നിന്നാണ് മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. റോഗിങ് ഈസ് എ പ്രോസസ് ഓഫ്, ഈ റോഗിങ് എന്ന് പറയുന്നത് എന്ത് പ്രോസസ് ആണ്? Distraction the infected plant from the field at an early stage, elimination of the alternate host from or near the field, spraying pesticide, none of the above. അപ്പോൾ ഈ റോഗിങ് എന്ന് പറയുന്ന പ്രോസസ് എന്ന് പറയുന്നത് എന്തായിരിക്കാം? ഓപ്ഷൻ എ ആണ്, ഡിസ്ട്രാക്റ്റിംഗ് ദ ഇൻഫെക്റ്റഡ് പ്ലാന്റ് ഫ്രം ദ ഫീൽഡ് അറ്റ് ആൻ ഏർലി സ്റ്റേജ്. അതായത് നമ്മുടെ ഫീൽഡിൽ ഏതെങ്കിലും ഒരു പ്ലാന്റ് ഇൻഫെക്റ്റഡ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താ? ആ ഒരു ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഭാഗം വെട്ടി മാറ്റുക എന്നല്ല, ആ പ്ലാന്റിനെ കംപ്ലീറ്റ് ആയിട്ട് നശിപ്പിച്ച് കളയുകയാണ് നമ്മൾ അവിടെ ചെയ്യേണ്ടത്. കാരണം ഏതെങ്കിലും ഒരു ഭാഗം മാത്രമാണ് നമ്മൾ കട്ട് ചെയ്ത് കളയുന്നെങ്കിലും ആ പ്ലാന്റിന് ഇൻഫെക്റ്റഡ് ആയിട്ടുണ്ടായിരിക്കാം അല്ലേ, ആ പ്ലാന്റ് ഇൻഫെക്റ്റഡ് ആയിട്ടുണ്ടായിരിക്കാം. സോ നമ്മൾ എന്ത് ചെയ്യണം? ഇൻഫെക്റ്റഡ് ആയ പ്ലാന്റ്സ് കംപ്ലീറ്റ് ആയിട്ട് അവിടെ നിന്ന് പിഴുതു മാറ്റി അത് പ്രോപ്പറായിട്ട് തന്നെ അത് നശിപ്പിച്ച് കളയുക, കത്തിച്ച് കളയുകയോ, അതുമല്ല എങ്കിൽ നമ്മുടെ ഫീൽഡിലെ മറ്റു പ്ലാന്റ്സുമായുള്ള കോണ്ടാക്റ്റ് ഇല്ലാത്ത രീതിയിൽ നമ്മൾ നശിപ്പിച്ച് കളയും. അതും ഏർലി സ്റ്റേജിൽ തന്നെ, കംപ്ലീറ്റ് ആയിട്ട് ഇൻഫെക്ഷൻ വന്നതിന് ശേഷമല്ല നമ്മൾ പ്ലാന്റ്സ് നശിപ്പിക്കുന്നത്. ആ ഏർലി സ്റ്റേജിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? അവരെ ഡിസ്ട്രക്ട് ചെയ്ത് കളയണം. സോ ആ ഒരു പ്രോസസ്സിനെ നമ്മൾ പറയുന്ന പേരാണ് റോഗിംഗ് എന്നാണ് ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേര്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വില്യംസോണിയ സെവാഡിയാന belongs to the order Psychedophilicales, Bennettiales, Pteridospermales, Psychedales. ഇതിൽ ഏതിലാണ് വില്യംസോണിയ സെവാഡിയാന എന്ന് പറയുന്നത് വരുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. നമുക്ക് സ്പെസിഫൈ ചെയ്ത്, അതായത് HSA എക്സാമൊക്കെ നിങ്ങൾ എഴുതിയിട്ടുണ്ടായിരിക്കും. HSA എക്സാമിനൊക്കെ പഠിക്കുന്ന പോലെ നമുക്ക് നമ്മുടെ ജിംനോസ്പേംസിൽ അല്ലെങ്കിൽ ടെറിഡോഫൈറ്റിൽ അല്ലെങ്കിൽ ബ്രയോഫൈറ്റിലൊക്കെ
ഒരു സ്പെസിഫിക് ആയിട്ടുള്ള എക്സാമ്പിൾ വച്ചിട്ടാണ് നമുക്ക് സിലബസിൽ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ HSSTയുടെ സിലബസ് അങ്ങനെയല്ല, നമുക്കിങ്ങനെ വാസ്റ്റായിട്ട് കിടക്കുന്ന സിലബസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ക്ലാസിഫിക്കേഷൻ പഠിക്കാം. നമുക്ക് ഒരുപാട് മീൻസ് അതിൻ്റെ ഓർഡേഴ്സും അതേപോലെ തന്നെ അതിൻ്റെ താഴെ വരുന്ന എക്സാമ്പിൾസൊക്കെ ബേസിക് എക്സാമ്പിൾസ് നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു ക്ലാസിഫിക്കേഷനാണ് നമ്മൾ ജിംനോസ്പേംസ് പഠിച്ചു തുടങ്ങുന്ന സമയത്ത് ഏറ്റവും ആദ്യം പഠിക്കേണ്ടത്. അതല്ലാതെ കുറേ ജിംനോസ്പേം ക്യാരക്ടേഴ്സ് പഠിച്ചു, കുറേ ടൈപ്പ് സ്റ്റഡി പഠിച്ചു, അതുകൊണ്ടൊന്നും നമുക്ക് എങ്ങും എത്താൻ പറ്റില്ല. കാരണം ഇങ്ങനെ നീണ്ടു കിടക്കുന്ന അല്ലേ, കടൽ പോലെ നമുക്ക് നീണ്ടു കിടക്കുന്ന എക്സാമ്പിൾസാണ് ജിംനോസ്പേംസിനുള്ളത്. അതെല്ലാത്തിൻ്റെയും ജനറൽ ക്യാരക്ടേഴ്സും റീപ്രൊഡക്ഷനും ബാക്കി ക്യാരക്ടേഴ്സൊക്കെ പഠിച്ച് കഴിയുമ്പോൾ തന്നെ നമ്മുടെ എക്സാം ടൈം കഴിയും. അപ്പോൾ നമ്മൾ ഹാർഡ് വർക്കിനേക്കാളും കുറച്ചുകൂടി ബെറ്റർ ആയിട്ടൊരു സ്മാർട്ട് വർക്ക് ചെയ്യേണ്ട സ്ഥലം അവിടെയാണ് ഈ പറയുന്ന ഏരിയ എന്ന് പറയുന്നത്. സോ ആദ്യം ക്ലാസിഫിക്കേഷൻസ് എന്തായാലും പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഇതിൽ വില്യംസോണിയ എന്ന് പറയുന്ന ആ ഒരു പ്ലാന്റ് വരുന്ന ഗ്രൂപ്പ് എന്ന് പറയുന്നത് ബെനറ്റൈൽസ് എന്ന് പറയുന്ന ഗ്രൂപ്പിലാണ് എന്ത് വരുന്നത്, നമ്മുടെ വില്യംസോണിയ വരുന്നത്. ഓക്കെ, അപ്പോൾ എപ്പോഴും ഇങ്ങനെ ചോദിച്ചു കാണുന്ന എക്സാമ്പിൾസ് ഒക്കെ നമ്മൾ പഠിക്കണം. പിന്നെ ഏറ്റവും ഒരു ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം പറയുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് MSc അതേപോലെ ഡിഗ്രിയുടെ സിലബസ് അവൈലബിൾ ആണ്. നമ്മുടെ MG യൂണിവേഴ്സിറ്റിയുടെ അല്ലെങ്കിൽ കേരള യൂണിവേഴ്സിറ്റിയൊക്കെ സിലബസ് അവൈലബിൾ ആയിരിക്കും സൈറ്റിൽ. ആ സിലബസ് എടുത്തിട്ട് അതിൽ അവർക്ക് പഠിക്കാനായിട്ടുള്ള എക്സാമ്പിൾസ് ഉണ്ടല്ലോ, ആ എക്സാമ്പിൾസ് നമ്മൾ എന്തായാലും പഠിക്കണം. അവർക്ക് സ്പെസിഫൈ ചെയ്ത് കുറച്ച് എക്സാമ്പിൾസ് അവിടെ സിലബസിൽ കൊടുത്തിട്ടുണ്ട്, അത് നമ്മൾ എന്തായാലും പഠിക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ സ്പോർ മദർ സെൽ ഇൻ ബ്രയോഫൈറ്റ് ഈസ്, ബ്രയോഫൈറ്റിൽ കാണുന്ന സ്പോർ മദർ സെല്ലിൻ്റെ പ്ലോയിഡി കണ്ടീഷൻ എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡിപ്ലോയിഡ്, ഹാപ്ലോയിഡ്, പോളിപ്ലോയിഡ്, നൺ ഓഫ് ദി എബോ. ഏതായിരിക്കാം ബ്രയോഫൈറ്റിൽ കാണുന്ന സ്പോർ മദർ സെൽ എന്ന് പറയുന്നത്? സ്പോർ മദർ സെല്ലാണ്, നമുക്കറിയാം മിയോസിസ് കഴിഞ്ഞിട്ടാണ് അവിടെ സ്പോർ ഫോം ചെയ്യുന്നത് അല്ലെ. ഇങ്ങനെ കുറച്ചധികം കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് അവിടെ. അപ്പോൾ എപ്പോഴും ഒരു മദർ സെൽ ഉണ്ടായിരിക്കും. ആ മദർ സെല്ലിന് കുറച്ച് ഡിവിഷൻ സംഭവിച്ചിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നതെന്നൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. ഇതിൽ ബ്രയോഫൈറ്റിൽ സ്പോർ മദർ സെൽ എന്ന് പറയുന്നത് എന്താണ്? ഡിപ്ലോയിഡ് ആണ്. ഒരിക്കലും ഹാപ്ലോയിഡ് കണ്ടീഷൻസിൽ നമുക്ക് സ്പോർ മദർ സെല്ലിനെ കാണാൻ സാധിക്കില്ല. ഡിപ്ലോയിഡ് കണ്ടീഷൻസിലായിരിക്കും നമ്മൾ ബ്രയോഫൈറ്റിലായിക്കോട്ടെ മറ്റുള്ള ഗ്രൂപ്പ്സിലായിക്കോട്ടെ സ്പോർ മദർ സെൽസിനെ കാണാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. ഇതൊക്കെ നമ്മൾ ഇമ്പോർട്ടൻ്റ് അല്ല, അല്ലെങ്കിൽ അത്രയും വെറുതെ ഇങ്ങനെ പഠിച്ചു വിടുന്ന കാര്യങ്ങളാണ്. പക്ഷേ അങ്ങനെയുള്ള ഭാഗത്തു നിന്നായിരുന്നു കഴിഞ്ഞ എക്സാമിൽ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചത്. കട്ട് ഓഫും വളരെ കുറവായിരുന്നു. നന്നായിട്ട് പഠിച്ചവർക്ക് എങ്ങനെയായാലും മെയിൻ ലിസ്റ്റ് എത്തിച്ചേരാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കൂടി ആയിരുന്നു റീസെൻ്റ്ലി കഴിഞ്ഞ എക്സാമിൻ്റെ. അപ്പോൾ ഒരപ്പത്തം നമുക്ക് പറ്റി, നമ്മൾ അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്തില്ല. ഇനി അങ്ങനെ ആവരുത്. ഓരോ വർഷം കഴിയുന്തോറും നമ്മുടെ ഏജ് കൂടിക്കൊണ്ടിരിക്കുകയാണ്, എക്സാം എഴുതാനുള്ള ഓപ്പർച്യൂണിറ്റീസ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, പുതിയ പുതിയ കുട്ടികൾ വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ അവർ കുറച്ചും കൂടിയും എന്താ പറയുക അപ്ഡേറ്റഡ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ ചാൻസസ് വളരെ കുറഞ്ഞുകൊണ്ടിരിക്കും. സോ അങ്ങനെ ഒരു പ്രശ്നം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, ഇതാണ് നമ്മുടെ ലാസ്റ്റ് എക്സാം എന്ന് വിചാരിച്ച് അങ്ങോട്ട് പഠിച്ചു തുടങ്ങാം കേട്ടോ. ഇന്ന് പറ്റുമെങ്കിൽ ഇന്ന് തന്നെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം. The next question, glandular trichomes are seen in Lepotia species, Avicennia species, Trachea involucrata, ഒരു ഗ്യാപ്പ് ഉണ്ട് ഇവിടെ, Trachea involucrata, all of the above. ഏതിലായിരിക്കും ഗ്ലാൻഡുലാർ ട്രൈക്കോംസ് കാണുന്നത്? ട്രൈക്കോംസ് എന്ന് വെച്ചാൽ എന്തായിരുന്നു? ട്രൈക്കോംസ് എന്ന് പറയുന്നത് നമുക്കറിയാം എപ്പിഡെർമിസിൽ നിന്ന് കാണപ്പെടുന്ന കുറച്ച് ഔട്ട് ഗ്രോത്ത്സ് ആണ് അല്ലേ. സ്റ്റെംസിലെ എപ്പിഡെർമിസിൽ നിന്ന് കാണുന്ന ഔട്ട് ഗ്രോത്തിന് നമ്മൾ പറയുന്ന പേരാണ് ട്രൈക്കോംസ് എന്ന് പറയുന്നത്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ട്രൈക്കോംസ് ഉണ്ട് അല്ലേ. ഗ്ലാൻഡുലാർ ഉണ്ട്, അതേപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് കാണാൻ സാധിക്കും. അപ്പോൾ അതിൽ ഈ ഗ്ലാൻഡുലാർ ട്രൈക്കോംസ് കാണുന്നത് താഴെ തന്നിരിക്കുന്നതിൽ ഏത് സ്പീഷീസിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓൾ ഓഫ് ദി എബോ, എല്ലാത്തിലും കാണുന്നുണ്ട് കേട്ടോ. ലെപ്പോട്ടിയ സ്പീഷീസിൽ, അവിസീനിയ സ്പീഷീസ് ആൻഡ് അതേപോലെ തന്നെ ട്രാജിയ ഇൻവൊലുക്രേറ്റ, ഈ പറയുന്ന 3 സ്പീഷീസിലും നമുക്ക് എന്ത് കാണാം? ഗ്ലാൻഡുലാർ ട്രൈക്കോംസിൻ്റെ പ്രസൻസ് നമുക്ക് കാണാം അല്ലേ. ഗ്ലാൻഡ്സ് ആണ്. സോ അതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും സെക്രീഷൻസ് ഒക്കെ അവൈലബിൾ ആയിരിക്കുള്ളൂ. ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്, ട്രാജിയ ഇൻവൊലുക്രേറ്റ എന്നാണ്. നെക്സ്റ്റ്, ആംഫിക്രൈബൽ വോസ്കുലാർ ബണ്ടിൽസ് ആർ കോൺസെൻട്രിക് ബണ്ടിൽ, xylem surrounded by phloem, phloem surrounded by xylem, both 1 and 2 അല്ലെങ്കിൽ A and B. എന്തായിരിക്കും ആംഫിക്രൈബൽ വോസ്കുലാർ ബണ്ടിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആൻസർ വന്നത് ബോത്ത് 1 and 2 ആണ്. അതായത് കോൺസെൻട്രിക് ബണ്ടിൽസ് ആയിരിക്കും. കോൺസെൻട്രിക് എന്ന് പറയുമ്പോൾ
സൈലം അകത്ത് ഫ്ലോയം പുറത്ത്, അല്ലെങ്കിൽ ഫ്ലോയം അകത്ത് സൈലം പുറത്ത്, ആ രീതിയിൽ ഒന്നിനെ സറൗണ്ട് ചെയ്ത് മറ്റൊന്ന് കാണുന്ന രീതിയിൽ കാണുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോൺസെൻട്രിക് ബണ്ടിൽസ് എന്ന് നമ്മൾ പറയുന്നത്. ഇനി ഇതിൽ തന്നെ ഇത് കോൺസെൻട്രിക് ബണ്ടിൽസ് തന്നെ 2 ടൈപ്പ് ഉണ്ട്. ഓക്കെ, ആ 2 ടൈപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് ആംഫിവാസലും ഉണ്ട്, അതേപോലെ തന്നെ ആംഫിക്രൈബലും ഉണ്ട്. അപ്പോൾ അതിൽ ഈ ആംഫിക്രൈബൽ എന്ന് പറയുന്ന വാസ്കുലാർ ബണ്ടിൽ ഏതാ വരുന്നത്, സൈലം സറൗണ്ടഡ് ബൈ ഫ്ലോയം, അതായത് സെൻറ്ററിലായിട്ട് സൈലം ഉണ്ടായിരിക്കും, സൈലം കോർ ആയിരിക്കും കാണുന്നത്. ഈ സൈലത്തിനെ സറൗണ്ട് ചെയ്ത് പുറമേ ആയിട്ട് ഫ്ലോയം കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മളതിനെ പറയുന്നതാണ് ആംഫിക്രൈബൽ വാസ്കുലാർ ബണ്ടിൽ എന്ന് പറയും. ഓക്കെ, അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ആൻസറിൽ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്, ബോത്ത് 1 and 2. അതായത് കോൺസെൻട്രിക് ബണ്ടിൽസ് ആണ്, ഒരെണ്ണത്തിനെ ചുറ്റി അടുത്തത് കൂടി കാണാം, കോൺസെൻട്രിക് ബണ്ടിൽസ് ആണ്. അതേപോലെ തന്നെ ആ കോൺസെൻട്രിക് ബണ്ടിൽസിൽ സൈലം സറൗണ്ടഡ് ബൈ ഫ്ലോയം, സൈലത്തിനെ ഫ്ലോയം ഉപയോഗിച്ച് സറൗണ്ട് ചെയ്തിട്ടായിരിക്കും കാണുന്നത്. ഓക്കെ, അപ്പോൾ വാസ്കുലാർ ബണ്ടിൽസ് വെരി ഇമ്പോർട്ടൻറ്റ്, ചോദിക്കാറുണ്ട്. ആംഫിക്രൈബൽ, ആംഫിവാസൽ, അതേപോലെ തന്നെ നമുക്ക് സ്റ്റീലാർ കണ്ടീഷൻസ് പഠിക്കാനുണ്ട് അല്ലേ, സോൾനോ സ്റ്റീൽ, പ്ലെക്ടോ സ്റ്റീൽ, ഒക്കെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്റ്റീൽസ് നമുക്ക് പഠിക്കാനുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ ടെലഡ് ഓഫ് ആയിട്ട് പഠിക്കുന്ന സമയത്ത് സ്റ്റീലാർ എവല്യൂഷൻസ് ഒന്നും സ്കിപ്പ് ചെയ്യരുത്, എഴുതിയും വരച്ചൊക്കെ ആയിട്ടത് പഠിച്ചേക്കാം കേട്ടോ. ദെൻ നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ദ മൗണ്ടിങ് മീഡിയ ഷുഡ് have the following characters: adhesive property, refractive index, more or less similar to the of the glass, early dried in the air, all the above. എന്തായിരിക്കും മൗണ്ടിങ് മീഡിയയ്ക്ക് വേണ്ടിയിട്ടുള്ള ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്? MSc പഠിക്കുന്ന സമയത്ത് നമ്മൾ എല്ലാവരും ചെയ്തിട്ടുള്ളതാണ് മൗണ്ടിങ് അല്ലേ, മൗണ്ടിങ് നമ്മൾ ചെയ്തിട്ടുണ്ട്, നമ്മൾ സ്ലൈഡ്സ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, ഒരുപാട് ഇഷ്ടത്തോടെയും അല്ലെങ്കിൽ പേടിയോട് കൂടിയൊക്കെ ചെയ്തിട്ടുള്ള ഒന്നായിരുന്നു ഈ സ്ലൈഡ് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. ഇപ്പോഴും നമ്മുടെ എല്ലാവരുടെയും കയ്യിൽ നമ്മൾ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടാവും ആ ഒരു സ്ലൈഡ്സൊക്കെ അല്ലേ, നിങ്ങളൊന്ന് തപ്പി നോക്കാം കേട്ടോ, ചിലപ്പോൾ നിങ്ങളുടെയൊക്കെ കയ്യിലുണ്ടായിരിക്കും അത്. ഞാനൊക്കെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്, കാരണം അതൊക്കെ ഒരു മെമ്മറിയാണ്, അതേപോലെ നമ്മുടെ ഒരു ഹാർഡ് വർക്ക് കൂടിയാണത്. അപ്പോൾ അങ്ങനെ ഒരു മൗണ്ടിങ് മീഡിയ, സോ നമ്മളതൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൽ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് മൗണ്ടിങ് മീഡിയ. ഓക്കെ, പെർമനന്റ് സ്ലൈഡ് പ്രിപ്പറേഷൻ്റെ കാര്യം ജസ്റ്റ് എക്സാമ്പിളായിട്ട് പറഞ്ഞതാണ്. ഇവിടെ ചോദിക്കുന്നത് മൗണ്ടിങ് മീഡിയയുടെ കാര്യമാണ്. മൗണ്ടിങ് മീഡിയ അതിൻ്റെ പ്രോപ്പർട്ടീസ് ഏതൊക്കെയാണ്, താഴെ തന്നിരിക്കുന്നതിൽ ഏതൊക്കെയാണ് മൗണ്ടിങ് മീഡിയയുടെ പ്രോപ്പർട്ടീസ് എന്നാണ് ചോദിക്കുന്നത്. അഡഹസീവ് പ്രോപ്പർട്ടി, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മോർ ഓർ ലെസ് സിമിലർ ടു ദാറ്റ് ഓഫ് ഗ്ലാസ്, ഈസിലി ഡ്രൈഡ് ഇൻ ദ എയർ, ഓൾ ഓഫ് ദി എബോവ്. ഏതായിരിക്കാം ഒന്ന് ആലോചിച്ച് നോക്കി. എന്തെങ്കിലും ഐഡിയ കിട്ടുന്നുണ്ടെങ്കിൽ താഴെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഏതായിരിക്കും? അഡഹസീവ് പ്രോപ്പർട്ടി ഉണ്ടായിരിക്കും, ഡെഫിനറ്റ്ലി അഡഹസീവ് പ്രോപ്പർട്ടി അതിനുണ്ടായിരിക്കും. അതേപോലെ തന്നെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മോർ ഓർ ലെസ് സിമിലർ ടു ദാറ്റ് ഓഫ് ദി ഗ്ലാസ് അല്ലേ, ആ ഗ്ലാസ്സുമായിട്ട് അതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നമുക്ക് സിമിലർ ആയിരിക്കാം, അല്ലെങ്കിൽ ലെസ് ആയിരിക്കും, മോർ ഓർ ലെസ് സിമിലർ ആയിരിക്കാം കേട്ടോ, സിമിലർ എന്നല്ല മോർ ഓർ ലെസ് സിമിലർ ആയിരിക്കാം. അതേപോലെ എയറിൽ ഈസിലി ഡ്രൈ ആവുന്ന കണ്ടീഷനിലായിരിക്കും കാണുന്നത്. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓൾ ദി എബോ ആണ്. താഴെ പറയുന്ന എല്ലാം തന്നെ മൗണ്ടിങ് മീഡിയയുടെ ക്യാരക്ടേഴ്സ് ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ശരിക്കും നമ്മുടെ സിലബസിലുള്ളതാണ് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ ഇത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ആൻസർ കീ ആണ്. അപ്പോൾ അതിൽ കറക്റ്റായിട്ട് നമ്മുടെ സിലബസ് വൈസ് തന്നെ 1 by 1 ആയിട്ടുള്ള മൊഡ്യൂൾസ് വൈസ് തന്നെ ക്വസ്റ്റ്യൻസ് അറേഞ്ച് ചെയ്ത് തന്നേക്കുന്നതാണ് കേട്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എൻഡോസ്പേം ഇൻ ജിംനോസ്പേം ഈസ്. ജിംനോസ്പേമിലെ എൻഡോസ്പേമിൻ്റെ കണ്ടീഷൻ എന്താണെന്ന് ചോദിക്കുന്നത്. ട്രിപ്ലോയിഡ്, ഹാപ്ലോയിഡ്, പ്രീ ഫെർട്ടിലൈസേഷൻ പ്രൊഡക്റ്റ്, ബോത്ത് 2 and 3. എൻഡോസ്പേം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലാദ്യം വന്ന് ട്രിപ്ലോയിഡ് എന്നായിരിക്കുള്ളൂ അല്ലേ. ആൻജിയോസ്പേമിലെ എൻഡോസ്പേം കണ്ടീഷൻ നമ്മൾ പഠിക്കുന്നുണ്ട്. സെക്കൻഡ് മെയിൽ ഗ്യാമിറ്റ് പോളാർ ന്യൂക്ലിയറുമായിട്ട് കൂടി ചേർന്ന് അല്ലേ ട്രിപ്പിൾ ഫ്യൂഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിലൂടെ ഫോം ചെയ്യുന്നതാണ് എൻഡോസ്പേം എന്ന് പറയുന്നത്. വളർന്നു വരുന്ന സൈഗോട്ടിനെ നൗറിഷ് ചെയ്യുക എന്നുള്ള ഫംഗ്ഷനാണ് എൻഡോസ്പേം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആൻജിയോസ്പേമിലെ എൻഡോസ്പേം ട്രിപ്ലോയിഡ് ആണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ തന്നിരിക്കുന്നതിൽ ഫസ്റ്റ് ഓപ്ഷൻ ട്രിപ്ലോയിഡ് ആണ്. അപ്പോൾ ഒരുപാടൊന്നും നമ്മളിതിൽ പഠിച്ചിട്ടില്ല, അല്ലെങ്കിൽ നമുക്കത് കാര്യമായിട്ടൊരു അറിവില്ല എങ്കിൽ നമ്മൾ നേരെ ചാടി ഓപ്റ്റ് ചെയ്യുന്നത് ഓപ്ഷൻ എ ആയിരിക്കും, ട്രിപ്ലോയിഡ് ആയിരിക്കുള്ളൂ. അതോടുകൂടി നമ്മുടെ ആ ഒരു മാർക്കും പോകും, ആൻസർ നെഗറ്റീവ് മാർക്കും അവിടെ വീഴുകയും ചെയ്യും. സോ അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച് വായിച്ച് പഠിക്കാം. ട്രിപ്ലോയിഡ് അല്ല വരുന്നത്, നേരെ മറിച്ച് ഹാപ്ലോയിഡ് ആണ്. എൻഡോസ്പേമിലെ ജിംനോസ്പേം കണ്ടീഷൻ എന്ന് പറയുന്നത് ജിംനോസ്പേമിലെ എൻഡോസ്പേം കണ്ടീഷൻ എന്ന് പറയുന്നത് ഹാപ്ലോയിഡ് ആണ്. അതേപോലെ ഇത് പ്രീ ഫെർട്ടിലൈസേഷൻ പ്രൊഡക്റ്റ് ആണ്.
ആൻജിയോസ്പേംസിൽ നമ്മൾ പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ പ്രൊഡക്റ്റ് ആയിട്ടാണ്, അതായത് ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞ് സൈഗോട്ട് ഫോം ചെയ്ത് കഴിഞ്ഞിട്ടാണ് എൻഡോസ്പേം ഉണ്ടാകുന്നതെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ഇവൻറ്റിനെ റിലേറ്റ് ചെയ്ത് ആണ് പറയുന്നതെങ്കിലും ഇവിടെ അങ്ങനെയല്ല, ഫെർട്ടിലൈസേഷന് മുന്നേ ഫോം ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണ് എന്തെന്ന് പറയുന്നത് എൻഡോസ്പേം എന്ന് പറയുന്നത്. അപ്പോൾ ബോത്ത് ഏതാ വരുന്നത് 2 and 3 ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് ഇവിടെ വരുന്നത്. ഓക്കെ, അപ്പോൾ എൻഡോസ്പേം ഇൻ ജിംനോസ്പേം എന്ന് പറയുന്നത് ഹാപ്ലോയിഡ് ആണ്, അതേപോലെ പ്രീ ഫെർട്ടിലൈസേഷൻ പ്രൊഡക്റ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സോണട്രീം is used to refer the position of the aperture on the equator of the pollen grain. The aperture is distributed uniformly all over the surface of the pollen grain. The aperture is located only at the proximal end, none of the above. സോണേട്രിയം എന്ന് പറയുന്നത് നമ്മുടെ സിലബസിൽ വളരെ വ്യക്തമായി നമുക്ക് പഠിക്കാനുള്ള ഒന്നാണ്. NPC സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് അല്ലേ, പൊളൻ ഗ്രെയിൻസിൻ്റെ ക്ലാസിഫിക്കേഷനാണ്. നമ്പർ, പൊസിഷൻ, എപ്പേർച്ചർ ഇതിനെല്ലാം ബേസ് ചെയ്തിട്ടുള്ളൊരു ക്ലാസിഫിക്കേഷനാണ് NPC ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ആ ഒരു ഭാഗത്തായിട്ട് നമ്മൾ പഠിക്കുന്ന ഒന്നാണ് സോണേട്രിയം എന്ന് പറയുന്നത്. ഈ സോണേട്രിയം എന്ന് മാത്രമല്ല കുറേ ക്ലാസിഫിക്കേഷൻ നമുക്ക് അവിടെ പഠിക്കാനായിട്ടുണ്ട് കേട്ടോ. വളരെ വ്യക്തമായിട്ട് ആ ഒരു അപ്പേർച്ചറിൻ്റെ പൊസിഷൻ അനുസരിച്ചിട്ടുള്ള ആ ഒരു ക്ലാസിഫിക്കേഷനിൽ ഒന്നാണ് ഈ സോണേട്രിയം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ സോണേട്രിയം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദ പൊസിഷൻ ഓഫ് അപ്പേർച്ചർ ഓൺ ദി ഇക്വേറ്റർ ഓഫ് ദ പോളൻ ഗ്രെയിൻ. പോളൻ ഗ്രെയിൻ്റെ ഇക്വേറ്ററിലായിട്ടായിരിക്കും നമുക്ക് എന്ത് കാണാൻ സാധിക്കുന്നത്, ഈ അപ്പേർച്ചറിൻ്റെ പൊസിഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. സോ അതാണ് സോണേട്രിയം എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ്, വെർട്ടിക്കൽ റെസിസ്റ്റൻസ് റെഫർ ടു. എന്താണ് വെർട്ടിക്കൽ റെസിസ്റ്റൻസ് പറയുന്നത്? ഇതും നമ്മൾ പ്ലാന്റ് പത്തോളജി പഠിക്കുന്ന സമയത്ത് ആ ഭാഗത്ത് കണക്ട് ചെയ്ത് പഠിക്കുന്നതാണ്. ഹൊറിസോണ്ടൽ റെസിസ്റ്റൻസ്, വെർട്ടിക്കൽ റെസിസ്റ്റൻസ് ഡിഗ്രിക്കൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ അല്ലേ. പ്ലാന്റ് പത്തോളജി അതേപോലെ പ്ലാന്റ് ബ്രീഡിങ് ഇതുമായിട്ടൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മളിത് കണക്ട് ചെയ്ത് പഠിക്കുന്ന കാര്യമാണ്. ജനറൽ റെസിസ്റ്റൻറ്റ് ടു ഓൾ ദ റേസ് ഓഫ് പാത്തോജൻ, സ്പെസിഫിക് റെസിസ്റ്റൻറ്റ് ടു എ സിംഗിൾ റേസ് ഓർ സ്ട്രെയിൻ ഓഫ് പാത്തോജൻ. സിംഗിൾ എന്നാണ്. സിംഗിൾ ജീൻ റെസിസ്റ്റൻറ്റ് ബോത്ത് 2 and 3. ഇതിൽ എന്തായിരിക്കും വെർട്ടിക്കൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ചോദിക്കുവാണെങ്കിൽ നമ്മുടെ ആൻസർ ബോത്ത് 2 and 3 ആണ്. അതായത് സ്പെസിഫിക് റെസിസ്റ്റൻറ്റ് ടു എ സിംഗിൾ റേസ് ഓർ എ സ്ട്രെയിൻ ഓഫ് എ പാത്തോജൻ. ഏതെങ്കിലും ഒരു സ്പെസിഫിക് റെസിസ്റ്റൻസ് ആണ്, സിംഗിൾ ജീൻ റെസിസ്റ്റൻസ് ആണ് നമുക്കിതിനെ പറയാം. നേരെ മറിച്ച് ഹൊറിസോണ്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുവാണെങ്കിൽ ജനറൽ റെസിസ്റ്റൻറ്റ് ടു ഓൾ റേസ് ഓഫ് പാത്തോജൻ ആണ്. ഇവിടെ സിംഗിൾ ജീൻ ആണെങ്കിൽ നമ്മുടെ ഹൊറിസോണ്ടലിൽ വന്നത് പോളിജീൻ ആയിരിക്കും വരുന്നത്. മോർ ദാൻ 1 ജീൻ ആയിരിക്കും അവിടെ വരുന്നത്. ഓക്കെ, ആ ഒരു ഡിഫറൻസ് ഉണ്ട്. ശരിക്കും നമുക്കതിങ്ങനെ ടേബിളായിട്ട് നമ്മൾ ഡിഫറൻസ് ഒക്കെ എഴുതി പഠിക്കുന്നതാണ്. ഇമ്പോർട്ടൻ്റ് ആയൊരു ഏരിയ കൂടിയാണ്. ഇതിന് മുന്നേ ബോട്ടണിയുമായിട്ട് കണക്ട് ചെയ്തൊരു എക്സാംസിലൊക്കെ നമുക്കിത് ചോദിക്കാറുണ്ട് കേട്ടോ. നമുക്ക് HST ബോട്ടണി സെറ്റ് ഈ 2 എക്സാംസ് മാത്രമല്ല ബോട്ടണിയുമായിട്ട് കണക്ട് ചെയ്ത് വന്നത്. അതിൽ തന്നെ PSC വിളിക്കുന്നത് ആയിക്കോട്ടെ, HST മാത്രമല്ല ബോട്ടണിയുമായിട്ട് കണക്ട് ചെയ്ത് വന്ന എക്സാംസ്. അതുകൂടാതെ ഒരുപാട് എക്സാംസ് ബോട്ടണി സിലബസ് വരുന്ന എക്സാംസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള എക്സാംസ് എല്ലാം നമ്മൾ കണ്ടുപിടിച്ച് അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറെല്ലാം വർക്കൗട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി നമ്മുടെ ഒരു കോൺഫിഡൻസ് ലെവൽ കൂടാനാണ് അത് ഹെൽപ്പ് ചെയ്യുള്ളൂ കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് ICAR സെൻട്രൽ പൊട്ടറ്റോ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഈസ് ലൊക്കേറ്റഡ് അറ്റ് ഒറ്റയ്ക്കാമോൺ, ഷിംല, ഗ്വാളിയർ, ഷില്ലോങ്. ഇത് ഊട്ടിനുള്ള മറ്റൊരു പേരാണ് ഈ ഒറ്റയ്ക്കാമോൺ എന്ന് പറയുന്നത്. അതേപോലെ ഷിംല, ഗ്വാളിയർ, ഷില്ലോങ് എവിടെയാണ് ICAR ലൊക്കേറ്റ് ചെയ്യുന്നത്? നമ്മൾ പ്ലാന്റ് ബ്രീഡിംഗ് ഒക്കെ പഠിക്കുന്ന സമയത്ത് അതുമായിട്ട് കണക്ട് ചെയ്ത് ഇതേപോലെ കുറേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് നമുക്ക് പഠിക്കാനുണ്ട്. സെൻട്രൽ പൊട്ടറ്റോ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് അത് ലൊക്കേറ്റ് ചെയ്യുന്നത്, ഷിംലയിലായിട്ടാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്. നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൺവെർജന്റ് എവല്യൂഷൻ റെഫേഴ്സ് ടു phytogenetically related form develop similar adaptations, phytogenetically unrelated form develop similar adaptation, phytogenetically related form develop dissimilar adaptations, none of the above. കൺവേർജൻ്റ് എവല്യൂഷൻ, ഡൈവേർജൻ്റ് എവല്യൂഷൻസ് 10th മുതലേ നമ്മൾ പഠിക്കേണ്ട കാര്യമാണ്. എക്സാമ്പിൾസ് ഒക്കെ വെച്ച് വളരെ വൃത്തിയായിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു ഏരിയ കൂടിയാണിത് ഈ പറഞ്ഞ എവല്യൂഷൻ എന്ന് പറയുന്നത്. അതിൽ കൺവേർജൻ്റ് എവല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻ B ആണ്. ഫൈറ്റോജനറ്റിക്കലി അൺറിലേറ്റഡ് ഫോം ഡെവലപ്പ്
സിമിലർ അഡാപ്റ്റേഷൻസ്. അതായത് ഇവർ ഫൈറ്റോജനറ്റിക്കലി റിലേറ്റഡ് ആയിരിക്കില്ല, അൺറിലേറ്റഡ് ആയിരിക്കും, പക്ഷേ ഇവർക്ക് സിമിലർ അഡാപ്റ്റേഷൻസ് ആയിരിക്കും ഇവർ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നത്. നമ്മൾ അതിനെ പറയുന്നതാണ് കൺവേർജന്റ് എവല്യൂഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ എന്താണ് ഡൈവേർജന്റ് എന്നും അതിൻ്റെ എക്സാമ്പിൾസ് കൂടി ആഡ് ഓൺ ചെയ്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ. നെക്സ്റ്റ്, ടെട്രാസ്പോറിക് എംബ്രിയോസാക് ഡെവലപ്മെന്റ് ഈസ് സീൻ ഇൻ പോളിഗോണം, എഡോക്സ, പ്ലെംബാഗോ ബോത്ത് 2 and 3. ടെട്രാസ്പോറിക് എംബ്രിയോസാക് ഡെവലപ്മെൻറ്റ് നമ്മൾ എംബ്രിയോളജി പഠിക്കുന്ന സമയത്ത് അവിടെ പഠിക്കുന്നതാണ് അല്ലേ. മോണോസ്പോറിക് എംബ്രിയോസാക് ഡെവലപ്മെൻറ്റ് ഉണ്ട്, ടെട്രാസ്പോറിക് ഉണ്ട് അല്ലെ, ബൈസ്പോറിക് ഉണ്ട്. ഇതിൽ തന്നെ കുറേ പോളിഗോണം ടൈപ്പ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വീണ്ടും കുറേ ടൈപ്പുകളും അതിന് സബായിട്ട് നമ്മൾ പഠിച്ചു വരുന്നുണ്ട്. അപ്പം ഒരു സിംഗിൾ ആയിട്ടുള്ള ഒരു സ്പോറിൽ നിന്നാണ് ഒരു കംപ്ലീറ്റ് ആൾ എംബ്രിയോസാക്ക് ഡെവലപ്പ് ചെയ്യുന്നെങ്കിൽ നമ്മൾ മോണോസ്പോറിക് എന്നാണ് പറയുന്നത് അല്ലേ. രണ്ടെണ്ണം ആണെങ്കിൽ നമ്മൾ രണ്ടിൽ നിന്നാണെങ്കിൽ നമ്മൾ ബൈസ്പോറിക് എന്ന് പറയും. എളുപ്പമാണത് പഠിക്കാൻ, പക്ഷേ എളുപ്പത്തിനേക്കാളും കൂടുതൽ കൺഫ്യൂസിങ് ഉണ്ടാക്കുന്ന ഒരുപാട് എക്സാമ്പിൾസ് കൂടി നമുക്കവിടെ പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ടെട്രാസ്പോറിക് എംബ്രിയോസാക് ഡെവലപ്മെൻറ്റ് കാണുന്നത് ബോത്ത് 2 and 3, അതായത് എഡോക്സ, പ്ലെംബാഗോ ഇവർ രണ്ടുപേരുമാണ് ടെട്രാസ്പോറിക് എംബ്രിയോസാക് ഡെവലപ്മെൻറ്റ് കാണിക്കുന്നതിന് എക്സാമ്പിളായിട്ട് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദെൻ കോൾഷിക്കം ഓട്ടോംലെ ബിലോങ്സ് ടു ദ ഫാമിലി. ഇവിടെ ഒരു യു കൂടിയുണ്ട്, ഓട്ടോംനലെ എന്നാണ് ഇതിന് പറയുന്നത് കേട്ടോ. കോൾഷിക്കം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ശരിക്കും ഇത് ഗൂഗിൾ ചെയ്ത് നോക്കി കണ്ടിട്ടുണ്ടെങ്കിൽ ആ പ്ലാന്റ് കാണുമ്പോൾ തന്നെ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. ലിലിയേസിയെ, പൊയേസിയെ, ക്യാംലിനേസിയെ, ഓർക്കിഡേസിയെ ഇതിലേതായിരിക്കും കോൾഷിക്കം എന്ന് പറയുന്ന പ്ലാന്റ് വരുന്ന ഫാമിലി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ ആൻസർ ലിലിയേസിയാണ് കേട്ടോ. ലിലിയേസിയ മെമ്പറാണ് കോൾഷിക്കം എന്ന് പറയുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡാർക്ക് പർപ്പിൾ ഷെയ്ഡ് ഫ്ലവേഴ്സ് കാണുന്ന ഒരു ഫാമിലിയാണിത്, മീൻസ് സ്പീഷീസ് ആണിത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കി നമുക്ക് ആ ഫ്ലവേഴ്സ് കാണാൻ സാധിക്കും. അത് കാണുമ്പോൾ തന്നെ നമ്മുടെ വീട്ടിലൊക്കെ ഉള്ളതാണ് ലിലിയേസിയ ഫാമിലിയാണ് നമുക്ക് മനസ്സിലാകും. നമുക്ക് കുറച്ചധികം പ്ലാന്റ് ഫാമിലീസ് പഠിക്കാനായിട്ടുണ്ട്. പ്ലാന്റ് ഫാമിലീസ് പഠിക്കുന്ന സമയത്ത് ഏറ്റവും ആദ്യം നമ്മൾ പഠിക്കേണ്ട കാര്യം ബെന്തമാൻ ഹൂക്കർ ക്ലാസിഫിക്കേഷനാണ്. ബെന്തമാൻ ഹൂക്കർ ക്ലാസിഫിക്കേഷനിൽ പോളിപെറ്റാലോ, ഗാമോപെറ്റാലോ, മോണോക്ലാമിഡേ ഇതിൽ വരുന്ന ഏതൊക്കെയാണെന്ന് ആദ്യം മനസ്സിലാക്കിയിരിക്കുക. അങ്ങനെ മനസ്സിലാക്കി അതിൻ്റെ ബേസിക് ക്യാരക്ടേഴ്സ് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാം. എന്നിട്ട് വേണം നമ്മൾ ബാക്കിയുള്ള പ്ലാന്റ് ഫാമിലീസ് പഠിക്കാൻ. അതല്ലാതെ കുറേ ഫാമിലീസ് ഇങ്ങനെ വലിച്ചു വാരി പഠിച്ച് കുറേ ക്യാരക്ടേഴ്സൊക്കെ പഠിച്ചാൽ നമ്മുടെ മൈൻഡിൽ നിൽക്കില്ല. അപ്പോൾ അത് പഠിക്കാനായുള്ള സിമ്പിൾ ട്രിക്സ് ആൻഡ് ടിപ്സ് ഒക്കെ നമ്മുടെ കയ്യിലുണ്ട്. അതൊക്കെ നമ്മൾ ക്ലാസ്സുകളിൽ പറയുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ ലിലിയേസിയ ഫാമിലിയിൽ വരുന്ന ഒരു മെമ്പറാണ് കോൾഷിക്കം എന്ന് പറയുന്നത്. നെക്സ്റ്റ്, കെയിൻ ആൻഡ് റാറ്റൻസ് ബിലോങ് ടു ദ ഫാമിലി. ഇതും ഇതേപോലെ ഇങ്ങനെ കേൾക്കുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ വരും. കെയിൻ എന്താണ്, റെറ്റൻസ് എന്താണെന്നൊക്കെ ഒരു കൺഫ്യൂഷൻ വരാം. പക്ഷേ അത് നമ്മൾ ഇതേപോലെ അതിൻ്റെ പ്ലാൻസ് അല്ലെങ്കിൽ ഇത് ഇന്നതാണെന്ന് മനസ്സിലാകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ആൻസറിലേക്ക് എത്തിച്ചേരാൻ പറ്റും. ആൻഡ് ആൻസർ ഈസ് എറക്കേസിയ എന്നുള്ളതാണ്. ഈ എറേസിയ എന്നുള്ള ഓപ്ഷൻ ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത് നമ്മളെ ഒന്ന് കുഴപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എറേസിയ കൊടുത്തിട്ടുള്ളത്. ചിലപ്പോൾ നമുക്ക് എറേസിയ അല്ലെങ്കിൽ എറക്കേസി എന്നൊക്കെ ഒരു ഐഡിയ മനസ്സിലുണ്ടായിരിക്കും. പക്ഷേ ഈ എറേസി ഓപ്ഷൻ ആദ്യം കാണുമ്പോൾ തന്നെ നമ്മൾ പെട്ടെന്ന് അതിലേക്ക് അത് ഓപ്റ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. നമ്മുടെ ആൻസർ എറക്കേസിയാണ്. കെയിൻ ആൻഡ് റെറ്റൻസ് വന്നതൊക്കെ എറക്കേസി മെമ്പേഴ്സിലാണ്, അല്ലെങ്കിൽ അവർ വന്ന ഫാമിലി എറക്കേസി എന്ന് പറയുന്ന ഫാമിലിയിലാണ് ഇവർ വരുന്നത്. നെക്സ്റ്റ്, വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ്? പെപ്പോ ക്യാൻ ബി ഡിഫൈൻഡ് ആസ്. പെപ്പോ എന്ന് പറയുന്നതിനെ നമുക്ക് എന്താണ് അതിൻ്റെ ഡെഫിനേഷൻ? കറക്റ്റ് ഡെഫിനേഷനാണ് ചോദിക്കുന്നത്. ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് കറക്റ്റ് ആണോ ഇൻകറക്റ്റ് ആണോ എന്നുള്ളത് അണ്ടർലൈൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മൾ അങ്ങോട്ട് പെട്ടെന്ന് നമ്മുടെ ഒരു ധൃതി കൂടി നമ്മൾ തെറ്റിക്കാൻ ചാൻസ് ഉണ്ട്. സോ വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ് എന്ന് ചോദിച്ചിരിക്കുന്നത് സിമ്പിൾ ഫ്ലഷി ഫ്രൂട്ട് ഡെവലപ്പ് ഫ്രം ട്രൈ കാർപ്പലറി സിൻകാർപ്പസ് ഇൻഫീരിയർ ഓവറി. Characteristic of fruit of the gourd family. Simple fleshy fruit developing from tricarpellary epicarpus superior ovary. Simple fleshy fruit developing from tricarpellary epicarpus half inferior ovary. അതിൽ സ്റ്റേറ്റ്മെൻറ്റ് എ ആൻഡ് ബി, സ്റ്റേറ്റ്മെൻറ്റ് ബി ആൻഡ് സി, സ്റ്റേറ്റ്മെൻറ്റ് എ ആൻഡ് സി, സ്റ്റേറ്റ്മെൻറ്റ് ഡി. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെൻറ്റ് എ ആൻഡ് ബി ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. അതായത് സിമ്പിൾ ഫ്ലഷി ഫ്രൂട്ട്സ് ആണ്. അത് ഡെവലപ്പ് ചെയ്ത് വന്ന് ട്രൈകാർപ്പലറി സിൻകാർപ്പസ് ആയിട്ടുള്ള ഇൻഫീരിയർ ഓവറിയുള്ള ഫ്ലവേഴ്സിൽ നിന്നാണ് പെപ്പോ ടൈപ്പ് ഫ്രൂട്ട്സ് ഡെവലപ്പ് ചെയ്ത് വന്നത്. അതേപോലെ നമ്മുടെ ഗാർഡ് ഫാമിലിയുടെ നമ്മൾ പറയില്ല ബിറ്റർ ഗോഡ് എന്നൊക്കെ പറയുമ്പോൾ ഗോഡ് ഫാമിലിയുടെ ഒരു മെയിൻ ക്യാരക്ടറിസ്റ്റിക് ഫ്രൂട്ട് കൂടിയാണ് പെപ്പോ എന്ന് പറയുന്നത്.
ഓക്കെ, ഫ്രൂട്ട്സ് പഠിക്കുമ്പോൾ ഇങ്ങനെ കൂടി പഠിക്കണം കേട്ടോ. ഓവർ ഏത് ടൈപ്പാണ്, അത് സിൻകാർപ്പസ് ആണോ കാർപ്പസ് ആണോ എന്നൊക്കെ നോക്കി പഠിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മോർഫോളജി ഓഫ് ദ യൂസ്ഫുൾ പാർട്ട് ഓഫ് ജൂട്ട് ഈസ്. ഇതും മിക്കവാറും എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സെറ്റ് എക്സാമിനൊക്കെ ഒരുപാട് പ്രാവശ്യം ചോദിച്ച് കണ്ടിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ കൂടിയാണിത്. ഞാൻ സെറ്റുമായിട്ടത് കണക്ട് ചെയ്യാനുള്ള കാരണം നമുക്ക് എന്താ പറയുക, ശരിക്കും നമ്മുടെ സിലബസ് HST ആയിക്കോട്ടെ സെറ്റിൻ്റെ ആയിക്കോട്ടെ സിലബസ് ഏകദേശമൊക്കെ സെയിം ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസൊക്കെ കുറച്ചധികം സിമിലാരിറ്റീസും ഇവർ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഒരു എക്സാമ്പിൾ ഞാൻ ഇവിടെ പറയുന്നത്. അപ്പോൾ മോർഫോളജി ഓഫ് ദ യൂസ്ഫുൾ പാർട്ട് ഓഫ് ദി ജൂട്ട് ഈസ് സീഡ് കോട്ട് ഫൈബർ, ബാസ്റ്റ് ഫൈബർ, ഫൈബ്രസ് മീസോകാർപ്പ്, ഫൈബ്രസ് റൂട്ട്. അതിൽ ജൂട്ടിൻ്റെ മോർഫോളജി ഓഫ് യൂസ്ഫുൾ പാർട്ട് നമുക്ക് പഠിക്കാനുണ്ട് അല്ലേ. നമ്മൾ എക്കണോമിക് ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞൊരു ഏരിയ പഠിക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. ആ എക്സാമ്പിൾസിൻ്റെ എല്ലാം ഏത് പാർട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അതിൻ്റെ മോർഫോളജി എന്താണെന്ന് നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ആൻസർ പറയുന്നത് ബാസ്റ്റ് ഫൈബേഴ്സ് ആണ്. എന്തിൻ്റെ, ജൂട്ടിൻ്റെ മോർഫോളജി ഓഫ് ദി യൂസ്ഫുൾ പാർട്ട് എന്ന് പറയുന്നത് ബാസ്റ്റ് ഫൈബേഴ്സ് ആണ് വരുന്നത്. നെക്സ്റ്റ്, the herbal drug Jeevani is produced from the plant Acorus calamus, Canega odorata, Trichopas zeylanicus, Withania somnifera. ആൻസർ ട്രൈക്കോപ്പസ് സെയ്ലാനിക്കസ് ആണ്. ജീവനി, ആരോഗ്യപ്പച്ച എന്നൊക്കെ പറയും നമ്മൾ. ആരോഗ്യപ്പച്ച എന്നൊക്കെ പറയുന്നത് ഇതുമായിട്ട് കണക്ട് ചെയ്ത് വന്നതാണ് കേട്ടോ ജീവനി എന്ന് പറയുന്നത്. അത് ശരിക്കും നമ്മുടെ എത്തനോബോട്ടണിയുമായിട്ട് കണക്ട് ചെയ്ത് വന്നതാണ്. ഇങ്ങനെ കുറേ ടേംസ് നമുക്ക് അവിടെ പഠിക്കാനുണ്ട്. അപ്പോൾ ജീവനി എന്ന് പറയുന്ന ഹെർബൽ ഡ്രഗ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്ലാന്റ് എന്ന് പറയുന്നത് ട്രൈക്കോപ്പസ് സെയ്ലാനിക്കസ് ആണ്. ദെൻ നെക്സ്റ്റ്, ദ മോർഫോളജി ഓഫ് അശ്വഗന്ധ. അശ്വഗന്ധയുടെ മോർഫോളജി എന്ന് പറയുന്നത് റൂട്ടാണ്. നമ്മൾ യൂസ് ചെയ്യുന്ന നമുക്ക് ഇമ്പോർട്ടൻറ്റ് പാർട്ട് എന്ന് പറയുന്നത് അശ്വഗന്ധയുടെ റൂട്ടാണ്. ഇതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് എക്കണോമിക് ബോട്ടണി എത്തനോ ബോട്ടണി ഈ ഭാഗമൊക്കെ പഠിക്കുന്ന സമയത്ത് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട കുറച്ച് ഏരിയ കൂടിയാണ്. ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, സിലബസ് നോക്കുമ്പോൾ ഇന്ന ഭാഗത്ത് നിന്ന് ഇന്ന രീതിയിലാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ നടത്തുന്നത് കേട്ടോ. നെക്സ്റ്റ്, സ്വീറ്റ് പൊട്ടറ്റോ ബിലോങ്സ് ടു ദ ഫാമിലി. പൊട്ടറ്റോ എന്ന് കേൾക്കുമ്പോൾ +1 തുടങ്ങി പഠിക്കുന്ന നമ്മൾ പൊട്ടറ്റോ ഫാമിലി എന്നുള്ളത്. ഒരുപാട് സിലബസൊക്കെ ചേഞ്ച് ചെയ്തെങ്കിലും ഇപ്പോഴും +1 സ്റ്റുഡൻസ് പഠിക്കുന്ന ഒരു ഫാമിലി ഈ പൊട്ടറ്റോ വരുന്നൊരു ഫാമിലിയാണ്. ഓക്കെ, അപ്പോൾ പൊട്ടറ്റോ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വന്നത് സൊളാനേസിയാണ്. ഫസ്റ്റ് ഓപ്ഷൻ സൊളാനേസിയ തന്നിട്ടുമുണ്ട്, അതും നമ്മളെ കുഴപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. സൊളാനേസിയെ, എറേസിയെ, കൺവോൾവുലേസിയെ, സിഞ്ചിബറേസിയെ. അതിൽ പൊട്ടറ്റോ വരുന്ന ഫാമിലി സൊളാനേസി എന്ന് പറയുന്നത് കറക്റ്റാണ്. പക്ഷേ സ്വീറ്റ് പൊട്ടറ്റോ വരുന്ന ഫാമിലി എന്ന് പറയുന്നത് കൺവോൾവുലേസിയ ഫാമിലിയിലാണ് സ്വീറ്റ് പൊട്ടറ്റോ വരുന്നത്. മാറിപ്പോകരുത്, പൊട്ടറ്റോവും സ്വീറ്റ് പൊട്ടറ്റോവും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുതേ. നെക്സ്റ്റ്, ഡാർജിലിംഗ് ബിലോങ്സ് ടു the phytogeographic zone Western Himalaya, Eastern Himalaya, Indus Plain, Gangetic Plain. ഇതിലേതാണ് ഡാർജിലിംഗ് വരുന്ന ഫൈറ്റോജിയോഗ്രഫിക് സോൺ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻഡ് അവർ ആൻസർ ഈസ് ഈസ്റ്റേൺ ഹിമാലയസ് ആണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വന്നത്. ഇതും നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ. നമുക്ക് ഫൈറ്റോജിയോഗ്രഫിക് സോൺസ് പഠിക്കാനായിട്ടുണ്ട്. ഏതൊക്കെ ഏരിയാസ് ഏതുമായിട്ട് കണക്ട് ചെയ്താണ് വന്നതെന്ന് പഠിക്കാനുണ്ട്. അത് മാത്രമാണ് നമ്മൾ സോഷ്യലൊന്നും അങ്ങനെ കാര്യമായിട്ട് പഠിക്കാത്തത് കൊണ്ട് 10th വരെ മാത്രമേ നമ്മൾ സോഷ്യൽ പഠിച്ചിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഏരിയ നമുക്ക് ഇങ്ങനെ പേരുകൾ, സ്റ്റേറ്റിൻ്റെ പേരുകളൊക്കെ ഇങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് അല്ലെ സ്ഥലത്തിൻ്റെ പേരൊക്കെ കിട്ടാൻ വേണ്ടി നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ പഠിക്കാൻ നിവർത്തിയില്ല, ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ്, ദ സോയിൽ കോമൺലി സീൻ ഇൻ ഡെക്കാൻ പ്ലാറ്റു. ഡെക്കാൻ പ്ലാറ്റുവിൽ കാണുന്ന മെയിനായിട്ടുള്ള സോയിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അലുവിയൽ സോയിൽ, ലാറ്ററൈറ്റ് സോയിൽ, ബ്ലാക്ക് സോയിൽ, റെഡ് സോയിൽ. ആൻസർ ബ്ലാക്ക് സോയിലാണ് കേട്ടോ. ഈ ഒരു റീജിയനിൽ കാണുന്ന ഇമ്പോർട്ടൻറ്റ് സോയിൽ ടൈപ്പ് എന്ന് പറയുന്നത് ബ്ലാക്ക് സോയിലാണ്. നെക്സ്റ്റ്, SSC refers to successful establishment and colonization of an invading species in a new locality. Colonization of a species seen there earlier. Arrival of a new species to the altered locality. All the above. ഇതിൽ SSCs എന്ന് പറയുന്നത് റെഫർ ചെയ്യുന്നത് തന്നിരിക്കുന്നതിൽ ഏത് ഓപ്ഷനാണെന്നാണ് ചോദിക്കുന്നത്. നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ആണ്. സക്സസ്ഫുൾ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആൻഡ് colonization of an invading species in a new locality.
അതിന് നമ്മൾ പറയുന്നതാണ് എസെസിസ് എന്നാണ് നമ്മളതിനെ പറയുന്നത്. എക്കോളജിയുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്കവിടെ പഠിക്കാനുണ്ട്. പുതിയ കുറേ ടേംസ് അവിടെ പഠിക്കാനുണ്ട്. കുറേയൊക്കെ നമ്മൾ മറന്നു പോയതായിരിക്കാം, കുറേയൊക്കെ നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ടായിരിക്കാം അല്ലേ. അതൊക്കെ നമുക്കൊന്ന് റിഫ്രഷ് ചെയ്തെടുക്കേണ്ട ടൈം ആയിട്ടുണ്ട്. നെക്സ്റ്റ്, ദ ആവറേജ് ഹൈറ്റ് ഓഫ് സ്ട്രാറ്റോസ്ഫിയർ ഫ്രം ദ എർത്ത് സർഫസ് ഈസ് 10 കിലോമീറ്റർ, 5 കിലോമീറ്റർ, 20 കിലോമീറ്റർ, 50 കിലോമീറ്റർ. ആൻസറിലേക്ക് എത്തുന്നില്ല നമ്മൾ, ക്വസ്റ്റ്യൻ ക്യാൻസൽഡ് ആണ്. അപ്പം നിങ്ങൾ വിചാരിക്കും ഇത് കറക്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ, ആ ഒരു 50 കിലോമീറ്റർ എന്നുള്ള ആൻസറൊക്കെ ഇവിടെ കാണുന്നുണ്ടല്ലോ എന്നൊക്കെ നിങ്ങൾ വിചാരിക്കും. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഒരിക്കലും നമ്മളിങ്ങനെ ആവറേജ് ഹൈറ്റ് എന്നൊരു മെഷർ നമ്മൾ എടുക്കുന്നില്ല. ആവറേജ് ഹൈറ്റ് അത് ശരിക്കും തെറ്റാണ്, അങ്ങനെ ഒരു കാര്യം യൂസ് ചെയ്യാൻ തെറ്റാണ്. അപ്പോൾ ഈ ആവറേജ് ഹൈറ്റിന് ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് അതിൻ്റെ ആൻസർ കറക്റ്റിലേക്ക് എത്താൻ പറ്റാത്തതും ഈ ക്വസ്റ്റ്യൻ ക്യാൻസലായി പോയത് കേട്ടോ. ശരിക്കും നമുക്ക് പഠിക്കാനുള്ള ഏരിയ ആണ്, ഔട്ട് ഓഫ് സിലബസ് ഒന്നും അല്ല ഇത്. പക്ഷേ ഇങ്ങനെ ആവറേജ് ഹൈറ്റ് ഓഫ് സ്ട്രാറ്റോസ്ഫിയർ എന്ന് ചോദിച്ചിരിക്കുന്നതാണ് ഇവിടെ ഒരു എന്താ പറയുക ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ആവാനുള്ള കാരണമായിട്ട് വന്നിട്ടുള്ളത്. നെക്സ്റ്റ്, വിച്ച് എമംഗ് ദ ഹ്യൂമൻ ക്രോമസോം ഡസ് നോട്ട് ഹാവ് എ ന്യൂക്ലിയർ ഓർഗനൈസർ റീജിയൻ. ന്യൂക്ലിയോലാർ ഓർഗനൈസർ, ന്യൂക്ലിയോൾസിൻ്റെ ഫോർമേഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന റീജിയൻ ആണ്. അപ്പോൾ അത് ക്രോമസോംസിൽ ഏത് ഹ്യൂമൻ ക്രോമസോംസിനാണ് അത് ഇല്ലാത്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 3 and 14, 22 and 21, 11 and 12, 14 and 15. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 11 and 12 ആണ്. അപ്പോൾ 11 and 12-നാണ് ഈ NOR അല്ലെങ്കിൽ ന്യൂക്ലിയോലാർ ഓർഗനൈസർ റീജിയൻ കാണാത്തത്. ഓക്കെ, ന്യൂക്ലിയോളസ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ റൈബോസോമിൻ്റെ ഫോർമേഷൻ നടക്കില്ല. റൈബോസോം ഇല്ല എന്നുണ്ടെങ്കിൽ പ്രോട്ടീൻ്റെ ആ ഒരു ഫോർമേഷൻ നടക്കില്ല. ഇതിങ്ങനെ കണക്ട് ചെയ്താണ്. ഇതിൽ തന്നിരിക്കുന്ന ഓപ്ഷനിൽ 14-ൽ കാണാൻ സാധിക്കും കേട്ടോ. പക്ഷേ ഇവിടെ 3 വന്നത് കൊണ്ടും കൂടിയാണ് നമ്മൾ ഈ ഓപ്ഷൻ എടുക്കാത്തത്. 22-ലും 21-ലും ഉണ്ട്, 14-ലും 50-ലും നമുക്ക് എന്ത് കാണാൻ സാധിക്കും? ഈ NOR അല്ലെങ്കിൽ ന്യൂക്ലിയോലാർ ഓർഗനൈസർ റീജിയൻ കാണാനായിട്ട് സാധിക്കും. ഹ്യൂമൻ ക്രോമസോം ആണ്, അതിൽ ഏതൊക്കെ കണ്ടീഷൻസിലാണ് കാണുന്നത് നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അതിൻ്റെ ഫങ്ഷൻസ് എന്താണെന്നൊക്കെ നമുക്ക് പഠിക്കണം. Next, in a cell culture study on different phases of a cell cycle, it was found that one phase took around 35% of the total time. Identify the phase. നമ്മൾ സെൽ സൈക്കിൾ പഠിക്കുമ്പോൾ നമുക്ക് ഇൻ്റർഫേസ് പഠിക്കാനുണ്ട്, അതേപോലെ എം ഫേസ് നമുക്ക് പഠിക്കാനുണ്ട്. എം ഫേസ് തന്നെ നമ്മൾ G0, G1, S, G2 എന്നൊക്കെ പറഞ്ഞ ഫേസ് ആയിട്ട് നമ്മൾ ഇൻ്റർഫേസ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഇൻ്റർഫേസ് ആണ് G1, S, G2. എം ഫേസിലാണ് നമ്മൾ മെറ്റാഫേസ്, അനാഫേസ്, ടീലോഫേസ് ഒക്കെ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇതിൽ പറയുന്നത് ഏകദേശം 25% ഓഫ് ടോട്ടൽ ടൈമിൻ്റെ എടുക്കുന്നത് ഏത് ഫേസ് ആണെന്നാണ് ചോദിക്കുന്നത്. ആൻഡ് അവർ ആൻസർ ഈസ് എസ് ഫേസ്. DNA സിന്തസിസ് എല്ലാം നടക്കുന്ന ഫേസ് കൂടിയാണ് എസ് ഫേസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഫ്രം എ ക്രൈം സീൻ ദ ഫോളോയിങ് സാമ്പിൾ വർ ഒബ്റ്റെയിൻ. ഐഡൻറ്റിഫൈ ദ മോസ്റ്റ് സ്യൂട്ടബിൾ സാമ്പിൾ ഫോർ DNA പ്രൊഫൈലിംഗ്. അപ്പോൾ തന്നിരിക്കുന്നതിൽ പ്ലേറ്റ്ലെറ്റ്, എറിത്രോസൈറ്റ്, ലൂക്കോസൈറ്റ്, സെറം കുറച്ച് ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഇതിൽ ക്രൈം സീനിൽ നമ്മൾ ഒപ്പം നമുക്കറിയാം, നമ്മൾ ഒരുപാട് സിനിമകളിലൊക്കെ കാണുന്നതാണ്, ക്രൈം സീൻസൊക്കെ കാണുന്നതാണ്. അപ്പോൾ അതിൽ ഈ ഫോറൻസിക് ഓഫീസേഴ്സൊക്കെ വന്ന് സാമ്പിൾസ് കളക്ട് ചെയ്തുകൊണ്ട് പോകും. അങ്ങനെ കളക്ട് ചെയ്യുന്ന സാമ്പിൾസിൽ ഇതിൽ പ്ലേറ്റ്ലെറ്റ്സ് ആണോ, എറിത്രോസൈറ്റ്സ് ആണോ, ലൂക്കോസൈറ്റ്സ് ആണോ, സെറം ആണോ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് DNA പ്രൊഫൈലിന് വേണ്ടി എടുക്കുന്ന സാമ്പിൾസ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ നമ്മുടെ ആൻസർ ഇവിടെ വന്നത് ഓപ്ഷൻ സി ആണ്, ലൂക്കോസൈറ്റ്സ് ആണ് സാമ്പിളായിട്ട് വന്നത്. കാരണം പ്ലേറ്റ്ലെറ്റിലും എറിത്രോസൈറ്റിലും സെറത്തിലൊന്നും തന്നെ നമുക്ക് ന്യൂക്ലിയസ് കാണാൻ പറ്റില്ല. ശരിക്കും ന്യൂക്ലിയസ് ഉണ്ടെങ്കിലാണ് നമുക്ക് DNA പ്രൊഫൈലിംഗ് കറക്റ്റായിട്ട് നടക്കുകയുള്ളൂ. സോ ലൂക്കോസൈറ്റ്സിലാണ് ആ ഒരു ന്യൂക്ലിയസിൻ്റെ പ്രസൻസ് കാണുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ FISH fluorescent dye were tagged to probe for identification. ഐഡൻറ്റിഫൈ സച്ച് എ ഡൈ. നമ്മൾ FISH പഠിക്കുന്നുണ്ട് ബയോടെക്നോളജിയിൽ അല്ലേ. ഇവർ നമ്മൾ ഫ്ലൂറസെന്റ് ഡൈസ് യൂസ് ചെയ്യുന്നുണ്ട് പ്രോബിനെ ടാഗ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ പ്രോബിനെ ടാഗ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്ലൂറസെന്റ് ഡൈ ഏതാണെന്നാണ് ചോദിക്കുന്നത്. നോക്കാം, ഡിഗോക്സിജനിൻ, എഥീഡിയം ബ്രോമൈഡ്, തയാസോൾ ഓറഞ്ച്, ഹൊമിഡിയം ബ്രോമൈഡ്. ഇതിലേതായിരിക്കാം പ്രോബിനെ ടാഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, ഡിഗോക്സിജനിൻ എന്നാണ് എൻ്റെ ആൻസർ. കാരണം പ്രോബാണ്. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിക്കാം. നമ്മൾ ഇതൊക്കെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന കുറേ ഡൈസ് ആണെങ്കിലും അതിൽ പ്രോബിനെ ടാഗ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഡിഗോക്സിജൻ എന്ന് പറയുന്ന
ഡൈ ആണ്. ബാക്കി എത്തിഡിയം ബ്രോമൈഡും തയാസോൾ ഓറഞ്ചും ഹൊമീഡിയം ബ്രോമൈഡും എല്ലാം തന്നെ നമ്മൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നതാണ്? നമ്മൾ യൂസ് ചെയ്യുന്നത് DNA ടാഗ് ചെയ്യാൻ വേണ്ടി. ഇത് പ്രോബാണ്. എ സിംഗിൾ പീസ് ഓഫ് DNA ഓർ RNA, നമ്മൾ അതിനാണ് പ്രോബ് എന്ന് പറയുന്നത്. ആ പ്രോബിൻ്റെ കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ശരിക്കും ബയോടെക്നോളജി പഠിക്കുന്ന സമയത്ത് നമ്മൾ അവിടെ പഠിക്കുന്നുണ്ട് നമ്മുടെ ഡയഗ്നോസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യല്ലേ, PCR അതേപോലെ. അപ്പം PCR യൂസ് ചെയ്യുന്നത്, പക്ഷേ അങ്ങനെയുള്ള കുറേ മീൻസ് ടെക്നോളജി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഡയഗ്നോസ്റ്റിക് മെത്തേഡ്സ് ചെയ്യുന്ന സമയത്താണ് നമ്മൾ പ്രോബ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ പ്രോബിനെ ടാഗ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഡൈ ചോദിക്കുകയാണെങ്കിൽ ഡിഗോക്സിജിൻ എന്നാണ് ഡൈയുടെ പേര്. ആൻഡ് ഇൻ യൂക്കാരിയോട്സ്, during replication, DNA polymerase synthesize Okazaki fragment, and these fragments composed of 50 to 100 nucleotide, 100 to 400 nucleotide, 400 to 500 nucleotide, around 800 nucleotide. യൂക്കാരിയോട്സിൽ DNA റെപ്ലിക്കേഷന് സമയത്ത് അല്ലെ നമുക്കറിയാം ഒക്കസാക്കി ഫ്രാഗ്മെൻറ്റ്സ് ഉണ്ടാകുന്നുണ്ട്. അതിൽ എത്രത്തോളം ഈ ഫ്രാഗ്മെൻറ്റ്സ് കമ്പോസ് ചെയ്യുന്നത് എത്രത്തോളം ന്യൂക്ലിയോടൈഡ്സ് ഉപയോഗിച്ചിട്ടാണെന്നാണ് ചോദിക്കുന്നത്. ആൻഡ് അവർ ആൻസർ ഈസ് എന്തായിരുന്നു? ആൻസർ പറയുന്നത് 100 to 400 ആണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ്. 100 to 400 ന്യൂക്ലിയോടൈഡ്സ് ഉപയോഗിച്ചിട്ടാണ് ഈ ഫ്രാഗ്മെൻറ്റ്സ് കമ്പോസ് ചെയ്യുന്നത്. ശരിക്കും ആൻസർ കുറച്ചും കൂടി നമ്പേഴ്സ് കുറഞ്ഞതാണ് നമുക്ക് ആൻസറായിട്ട് വരേണ്ടത്. കാരണം യൂക്കാരിയോട്സിൽ ഇതിൻ്റെ ഫ്രാഗ്മെൻറ്റ് നമ്പർ കുറച്ച് കുറവായിട്ടാണ് കാണുന്നത്. പക്ഷെ നമുക്ക് ആൻസർ ഓപ്ഷൻ തന്നിരിക്കുന്നത് അല്ലെങ്കിൽ അതിൽ കുറച്ചും കൂടി അക്യുറേറ്റ് ആയിട്ട് നമ്മുടെ PSC പറഞ്ഞിരിക്കുന്ന ആൻസർ പറയുന്നത് 100 to 400 ന്യൂക്ലിയോടൈഡ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കാരണം നമുക്ക് എന്താ പറയുക 70 ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ സബ്ജക്റ്റ് ഭാഗത്തു നിന്നുള്ളത്. ബാക്കിയുള്ള 30 ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ ബാക്കിയുള്ള ഭാഗത്തു നിന്നാണ്, അല്ലെങ്കിൽ പാർട്ട് 2 ഒക്കെ വരുന്ന ഭാഗത്തു നിന്നാണുള്ളത്. അതായത് റെനൈസൻസ്, പിന്നെ അതേപോലെ നമ്മുടെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്, കറണ്ട് അഫെയർസ് ഉണ്ട്, അതൊക്കെ വന്നത് ബാക്കി 30 മാർക്കിൻ്റെയാണ്. ഇതിലാകെ 70 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ എല്ലാം കൂടെ നമ്മൾ ഒരുമിച്ച് ഒറ്റ ക്ലാസ്സിൽ പോകുന്നില്ല. ബാക്കി 35 ക്വസ്റ്റ്യൻസ് നമുക്ക് ഇതിൻ്റെ പാർട്ട് 2 ആയിട്ട് ഡിസ്കസ് ചെയ്യാം. സോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇനിയും ക്വസ്റ്റ്യൻസ് ഉണ്ട്. പാർട്ട് 2 ആരും കാണാൻ മറക്കരുത്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.